എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് cap.mgu.ac.in/UG CAP 2024 അതായത് UGP CAP 2024/ എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിയാൽ മതിയാകും. നിങ്ങൾക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അതായത് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കനോട്ട് ആക്സസ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ റീസെറ്റ് മൈ പാസ്വേഡ് എന്നിങ്ങനെ 2 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് തെറ്റായിട്ട് കാണിക്കുന്നത് ആ ഒരു കാര്യം ക്ലിക്ക് ചെയ്യുകയും അതുപോലെ തന്നെ റീസെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകേണ്ട മൊബൈൽ നമ്പർ അതുപോലെ തന്നെ +2ൻ്റെ രജിസ്റ്റർ നമ്പർ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ റോബോട്ടല്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തിരിച്ച് കിട്ടുകയും അതുപോലെ ഇതേ രീതിയിൽ തന്നെയാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് നൽകണം എന്നുള്ള സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം ഐ എം നോട്ട് റോബോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ആദ്യമേ നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിക്വയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ സ്ഥിര പ്രവേശനവും അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനോ മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷനും നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നാം ഓപ്ഷൻ ലഭിച്ചവരും അതുപോലെ സ്ഥിര പ്രവേശനം തിരഞ്ഞെടുത്തവരും ഈ ഒരു സമയപരിധിക്കുള്ളിൽ അതായത് 19-ാം തീയതിക്കകം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജിൽ സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ സ്ഥിര പ്രവേശനം നേടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അതായത് സ്ഥിര പ്രവേശനമല്ലോ അതായത് ഒന്നാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരപ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥിരപ്രവേശനമോ അതുപോലെ ടെമ്പററി അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷനും നേടാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷനോ അതുപോലെ തന്നെ സ്ഥിരപ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ടെമ്പററി ആണോ എടുക്കുന്നത് അതുപോലെ തന്നെ സ്ഥിരപ്രവേശനമാണോ എടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർമനൻറ്റ് ഓപ്ഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 19-ാം തീയതിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ നേരിട്ട് ഹാജരായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ സ്ഥിരമായോ താൽക്കാലികമായോ പ്രവേശനം എടുക്കുന്ന വിദ്യാർത്ഥികൾ തെളിവായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. എന്തെങ്കിലും പരാതികൾ ഉണ്ടാകുന്ന പക്ഷം അത് സമർപ്പിച്ച് നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ആവശ്യമാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിശ്ചിത സർവകലാശാല ഫീസ് അതായത് നിങ്ങൾക്ക് 1418 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ് വരുന്നത്. SC ST വിഭാഗക്കാർക്ക് 50 രൂപയാണ് ഫീസ് വരിക. വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളതല്ല നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം ഭാവിയിൽ അത് ആവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ പെർമനൻറ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതായത് ഫസ്റ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ആണ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടാണോ എടുക്കുന്നത് എന്നുള്ള ചോദിക്കുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പെർമനൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ കോളേജിൽ നേരിട്ട് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതും ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ വിളിച്ച് നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ കോളേജിൽ നിന്ന് നിങ്ങളോട് അലോട്ട്മെൻറ്റ് മെമ്മോ ചിലപ്പോൾ ഇമെയിലായിട്ട് അയച്ചു തരാൻ പറയും. അപ്പോൾ അവിടെ നിന്ന് എന്താണ് നിർദ്ദേശം ലഭിക്കുന്നത് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് ഓൺലൈനായിട്ട് ലഭിച്ചത്. അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ആവശ്യമായിട്ട് SLC സർട്ടിഫിക്കറ്റ് മതിയാകും. അതുപോലെ നിങ്ങളുടെ TC അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് അത് +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാം എഴുതിയവർക്ക് ആണെങ്കിൽ ഇക്വലൻറ്റിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +2 ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ഗവൺമെൻറ് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോർഡുകൾ അതുപോലെ തന്നെ കേരള അതായത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരള VHSC THSLC CBSE CISE എന്നിങ്ങനെയൊക്കെയുള്ള ബോർഡുകളിൽ നിന്ന് പാസ്സായവർ ഒഴികെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്ത് +2 പഠിച്ചവരാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ
SCBC അതായത് OBH ഒക്കെ ഉൾപ്പെടുന്നതാണ് SCBC. അപ്പോൾ അവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ബോണസ് പോയിൻറ്റോ വെയിറ്റേജ് മാർക്കോ ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആ ഒരു വെയിറ്റേജ് മാർക്കോ ബോണസ് മാർക്കോ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്, അതായത് ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. അത് ഇത്രയുമാണ് നിങ്ങൾ നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജിൽ വിളിച്ച് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ നോൺ ജോയിനിങ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഈ ഒരു സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതായിരിക്കില്ല. ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ ഡിലീറ്റ് ചെയ്യുന്നതിനും 20/6/2024 വരെ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ ആ ഒരു നിശ്ചിത സമയത്തിനകം ടെമ്പററി അഡ്മിഷൻ എടുത്ത് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ സെലക്ട് ചെയ്ത ശേഷം കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് വല്ല ഭാവിയിൽ ആവശ്യമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് അതായത് സ്കോളർഷിപ്പിനൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാരണം ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്കത് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പകർപ്പ് എക്സ്ട്രാ നിങ്ങളുടെ കയ്യിലൊന്ന് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചവരും സ്ഥിരപ്രവേശനം തിരഞ്ഞെടുത്തവരും ഈ ഒരു സമയപരിധികളിൽ അതായത് ഈ ഒരു ജൂൺ 19 ഫീസ് അടച്ച് കോളേജിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടണം. താൽക്കാലിക പ്രവേശനം തിരഞ്ഞെടുത്തവർ കോളേജുകൾ ബന്ധപ്പെട്ട് പ്രവേശനം ഉറപ്പാക്കിയാൽ മതിയാകും. സ്ഥിരമായോ താൽക്കാലികമായോ പ്രവേശനം എടുക്കുന്നവർ തെളിവിനായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. പരാതികൾ ഉണ്ടാകുന്ന പക്ഷം നിങ്ങൾക്ക് അത് സമർപ്പിക്കാനായിട്ട് ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പ്രിൻ്റ് ഔട്ട് കൂടി കയ്യിൽ എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാനുള്ള അവസരം 19-ാം തീയതി വരെയാണ്. അതുപോലെ 20-ാം തീയതി ഈ ഒരു അതിനുശേഷമുള്ള ബാക്കി അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ രണ്ടാമത്തെ അതിന് താഴെയുള്ള മറ്റ് ഓപ്ഷനൊക്കെ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും, റീഅറേഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യുകയില്ല, ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. അതൊക്കെ ആവശ്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ